ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടുക്കളയിലെ മാലിന്യങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ പോഷക ഗുണമുള്ള കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള ശരിയായ രീതി എങ്ങനെയെന്ന് നോക്കാം. തുളയുള്ള പ്ലാസ്റ്റിക് ബക്കറ്റ് അല്ലെങ്കിൽ കമ്പോസ്റ്റ് ബിന്നാണ് ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടത്. അടുക്കള മാലിന്യങ്ങൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ, പഴത്തൊലികൾ ഇവയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഉണങ്ങിയ ഇലകൾ, പേപ്പർ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ചകിരിച്ചോറ്, അല്പം മണ്ണ് അല്ലെങ്കിൽ ചാണകപ്പൊടി ഇതെല്ലാമാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ. തയ്യാറാക്കുന്ന വിധം നോക്കാം. തുളയുള്ള ബക്കറ്റിൻ്റെ അടിയിൽ ആദ്യം ഉണങ്ങിയ ഇലകളോ ചകിരിച്ചോറോ ഇട്ട് ഒരു ലെയർ ഉണ്ടാക്കുക. ദിവസവും ഉണ്ടാകുന്ന പച്ചക്കറി അവശിഷ്ടങ്ങൾ, പഴത്തൊലികൾ എന്നിവ ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇടുക. ഓരോ തവണയും മാലിന്യം ഇടുമ്പോഴും അതിനു മുകളിൽ അല്പം മണ്ണോ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകളോ വിതറുക. ഇത് ദുർഗന്ധം ഒഴിവാക്കാനും വേഗത്തിൽ വളമാകുവാനും സഹായിക്കുന്നു. ഈർപ്പം നിലനിർത്തണം. മിശ്രിതം വല്ലാതെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അല്പം വെള്ളം തളിച്ചു കൊടുക്കണം. എന്നാൽ അധികം ഈർപ്പം ഉണ്ടാകുവാനും പാടില്ല, അത് ദുർഗന്ധത്തിന് കാരണമാകും. ഇളക്കി കൊടുക്കുക. ആഴ്ചയിലൊരിക്കൽ മിശ്രിതം നന്നായി ഇളക്കി കൊടുക്കുന്നത് വായുസഞ്ചാരം ലഭിക്കുവാനും വേഗത്തിൽ അഴുകുവാനും സഹായിക്കും. കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ എന്നിവ കമ്പോസ്റ്റ് ബിന്നിൽ ഇടരുത്. ഏകദേശം 4-5 ആഴ്ചയ്ക്കുള്ളിൽ മാലിന്യം നല്ല കറുത്ത നിറത്തിലുള്ള കമ്പോസ്റ്റായി മാറും, നല്ല രീതിയിൽ നമ്മൾ പരിചരിച്ചാൽ. ഉപയോഗം നോക്കാം. തയ്യാറായ കമ്പോസ്റ്റ് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും വളമായി ഉപയോഗിക്കാം. ഇത് ചെടികൾക്ക് പോഷകങ്ങൾ നൽകുന്നതിനോടൊപ്പം മണ്ണിലെ ഈർപ്പം നിലനിർത്താനും സഹായിക്കുന്നു. നന്നായി പരിപാലിക്കുന്ന കമ്പോസ്റ്റ് ഏകദേശം 3 മുതൽ 5 മാസം വരെ ഉപയോഗിക്കാൻ സാധിക്കും. പരിപാലിക്കാത്ത കമ്പോസ്റ്റ് അഴുകുവാൻ താമസമെടുക്കും. ശരിയായ രീതിയിൽ സംസ്കരിക്കപ്പെട്ട കമ്പോസ്റ്റ് പുതുമണ്ണിൻ്റെ ഗന്ധമായിരിക്കും. കമ്പോസ്റ്റിനായി പച്ചക്കറി തൊലികൾ, പഴയ അവശിഷ്ടങ്ങൾ, ചായ ബാഗുകൾ, ചെടിയുടെ വേസ്റ്റ്, പുല്ല് വെട്ടിയെടുക്കുന്നത്, കരിയിലകൾ എന്നിവ ഇട്ടാൽ വേഗത്തിൽ അഴുകുവാനും നൈട്രജൻ, ഈർപ്പം എന്നിവ കിട്ടുവാനും സഹായിക്കുന്നു. കമ്പോസ്റ്റിൽ മാംസാവശിഷ്ടങ്ങൾ, എല്ലുകൾ, ഗ്രീസ്, മുഴുവൻ മുട്ട, പാലുൽപ്പന്നങ്ങൾ എന്നിവ ചേർക്കരുത്. കാരണം അവ സാവധാനത്തിൽ അഴുകുകയും ദുർഗന്ധമുണ്ടാക്കുകയും എലികളെ ആകർഷിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കിയാൽ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റും നമുക്ക് മാറിക്കിട്ടും. നല്ല രീതിയിലുള്ള വളക്കൂറുള്ള മണ്ണായിട്ട് കമ്പോസ്റ്റ് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു പച്ചക്കറി തോട്ടമോ പൂച്ചെടികളോ ഗാർഡനിലേക്കുള്ള മണ്ണും എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ.